വിവോയുടെ X300 ഉൾപ്പെടെ ഈ അടുത്തിടെ കോമ്പാക്ട് ഫോണുകൾ പർച്ചേസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ അവരെ ചങ്ക് പൊട്ടിപ്പോട്ടാ. മച്ചമാര, അപ്പൊ ഇതാണ് നമ്മുടെ X300 സീരീസിലെ രാജകുമാരൻ X300 FE. ഇനി ആരും സ്നാപ്ഡ്രാഗൺ കിട്ടിയില്ല എന്ന് പരാതി പറയണ്ട. കാരണം ഇതിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 പവർഫുൾ ചിപ്സെറ്റ് ആണ്. വെറും 8.2 mm തിക്നെസ്സും 190 gram വെയിറ്റും അലൂമിനിയം ഫ്രെയിമിലും ഗ്ലാസ് ബാക്കിലും വരുന്നവൻ ഇത്രയും കോമ്പാക്ട് ആണ്. വെള്ളവും പൊടിയൊന്നും പിന്നെ വിഷയമല്ല. കാരണം IP68 69 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയണ്ട. LTPO AMOLED ഡിസ്പ്ലേ, 1 bit കളേഴ്സ്, 120 Hz റിഫ്രഷ് റേറ്റ്, 5000 nits പീക്ക് ബ്രൈറ്റ്നസ്, HD10+ സപ്പോർട്ട്. ഇതൊക്കെ ഓക്കെ. പക്ഷെ ആ ഒരു ക്യാമറ മോഡ് നോക്കുക ഗൈസ്, എന്തൊരു പ്രീമിയം ഫിനിഷിലാണ്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 50 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസ്, 8 മെഗാപിക്സൽ അൾട്രാ. പിന്നെ ഈ മോഡൽ നമുക്ക് ലെൻസ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സയൻസിന്റെ കൊളാബറേഷനിലും ഈ ഫോണിൽ വരുന്നത്. 50 മെഗാപിക്സലിന്റെ സെൽഫീസ് ആണെങ്കിലും ഇൻഡോർ ഫോട്ടോസ് ആണെങ്കിലും ഒക്കെ വേറെ ലെവലായിരുന്നു. ഇനിയിപ്പോ വീഡിയോഗ്രാഫി നോക്കുന്നവരാണെങ്കിൽ 8K 30 fps 4K 120 fps വീഡിയോ എടുക്കാം. പിന്നെ നമ്മുടെ സെയിം X300 ആ ഒരു പാക്കിംഗ് ക്വാളിറ്റി ഇതിലും കാണാൻ പറ്റിയിട്ടാ. പിന്നെ ബോക്സിനകത്ത് വരുന്ന കേസ് ആണെങ്കിലും നല്ല പ്രീമിയം ക്വാളിറ്റി കേസ് ആണ്. പിന്നെ 6500 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, അത് ബോക്സിൽ ഫ്രീ ആയി. പിന്നെ ഞാൻ ഞെട്ടിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാൻ എഡിഷൻ ഫോണാണെങ്കിൽ പോലും 40 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് വരുന്നുണ്ട്, ബൈപ്പാസ് ചാർജിംഗ് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം അറിയുക, ചൈനയിലെ വിവോ S50 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ് ഇവിടെ X300 FE കൊണ്ട് ഇറക്കണേട്ടാ. ഏകദേശം 60,000 to 65,000 ഇടയിലായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നേട്ടാ. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ട് ഈ ഒരു ഐറ്റം? ഇത്രയും സ്പെക്ക് പറഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് കമന്റ് ചെയ്തിട്ടാ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ഫോണുകളുടെ വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജും മറക്കാതെ ഫോളോ ചെയ്യും. X300 FE നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം.